ഈ ഒരു സീസണിലെ മിക്ക വീടുകളിലും ഉണ്ടാകുന്ന ഒരു ഫ്രൂട്ട് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ജ്യൂസ് ഇതുപോലെ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു ഐസ്ക്രീമിൻ്റെ രുചി തന്നെ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഫ്രൂട്ട്. ഒരുപാട് പേരുടെ വീട്ടിലുണ്ടാവും. ഞങ്ങളിതിന് ചക്കപ്പഴം എന്നാണ് കേട്ടോ പറയുക. വേറെയും പേരുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾവശം സീതപ്പഴത്തിൻ്റെ പോലെയാണ് കേട്ടോ. പക്ഷേ സീതപ്പഴത്തിൻ്റെ അത്രയ്ക്ക് അങ്ങ് കുരുണ്ടാവില്ല, പൾപ്പ് കുറച്ച് കൂടുതലായിരിക്കും. സീതപ്പഴത്തിൽ ഒരുപാട് കുരുകളാണ് ഉണ്ടാവുക. പക്ഷെ പുറം ഭാഗത്തിന് നല്ല മാറ്റമുണ്ട് സീതപ്പഴത്തിനും ഈ ഒരു പഴത്തിനും തമ്മിൽ. അപ്പോൾ ഇത് നമുക്ക് പുറത്തുനിന്നൊന്നും വാങ്ങിക്കാൻ കിട്ടില്ല, നമ്മളെ വീട്ടിൽ ഉണ്ടാവും തന്നെ വേണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ചിലർക്കൊക്കെ ഇത് വെറുതെ കഴിക്കാനും വലിയ ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുത്താൽ എല്ലാവരും കഴിക്കൂട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം തന്നെ ഇത് പൊളിച്ചെടുത്തിട്ട് നന്നായിട്ട് പഴുത്തിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പൊളിച്ചെടുത്തിട്ട് ഈ ഒരു കുരുവോട് കൂടിയിട്ട് തന്നെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഇതിൻ്റെ കുരു ഒന്ന് ഒഴിവാക്കലാണ് കേട്ടോ. അപ്പോൾ ഇത് വെറുതെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുരു നമ്മളിങ്ങനെ വായിൽ നിന്ന് എടുത്ത് കളയാണ് ചെയ്യുക. പക്ഷേ ജ്യൂസ് അടിക്കുമ്പോൾ നമുക്ക് കുരു എടുക്കാൻ കുറച്ച് പണിയാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു കുരുവും പൾപ്പും കൂടെ വേർപ്പെടുത്താനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു ചക്കപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് അടിച്ചെടുത്താൽ തന്നെ അത്യാവശ്യം ഉണ്ടാവും കേട്ടോ. ഒരു 2-3 പേർക്ക് കുടിക്കാനുള്ളത് അത്യാവശ്യം ഉണ്ടാവും. സീതപ്പഴമാണെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. സീതപ്പഴത്തിന് ഇത്രയും പൾപ്പില്ല, കുരു കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കുരു കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. ഒരു 2 പൾസ് ചെയ്തെടുക്കുമ്പോൾ തന്നെ കുരു അങ്ങ് വേർപ്പെട്ട് വരും. ഈ ഒരു സമയത്ത് നമുക്ക് കുരുവും പൾപ്പും കൂടെ വേർപ്പെടുത്തി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പെറുക്കിയെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുരുവും പൾപ്പും അങ്ങ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടിക്കോളും. പിന്നെ പൾസ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് കുറേ സമയം വെച്ചിട്ട് പൾസ് ചെയ്തെടുക്കരുത് കേട്ടോ. കാരണം ഈ ഒരു കുരു അങ്ങ് അരഞ്ഞു പോകരുത്. കുരു അരഞ്ഞു പോവാതെ ആ കുരു മുഴുവനായിട്ട് തന്നെ അങ്ങ് കിട്ടണം. ഇനി ഈ ഒരു പൾപ്പ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഒരുപാടൊന്നും വേണ്ടി വരില്ല കേട്ടോ. അത്യാവശ്യം നല്ല മധുരം ഉണ്ട് ഇത്. ഇനി ഇതിലേക്ക് നല്ല തണുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഐസാക്കി എടുത്തിട്ടുള്ള ഷെയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസാക്കി എടുത്തിട്ടുള്ള പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതിന് എക്സ്ട്രാ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചിലർക്ക് ഈ ഒരു ഇതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു 2 ഡ്രോപ്പ് വാനില എസൻസും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ അങ്ങ് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു ഐസ്ക്രീമിൻ്റെ രുചി തന്നെ കിട്ടും കേട്ടോ ഈ ഒരു ജ്യൂസിന്. അപ്പോൾ ഞാൻ ഒരു 2 ഡ്രോപ്പ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് ഇഷ്ടമില്ലാത്തവർക്കും ഈ ഒരു ജ്യൂസ് എന്തായാലും ഇഷ്ടമാവും. കാരണം ഒരു ഫ്രൂട്ടിൻ്റെ ഫ്ലേവർ തന്നെ വരില്ല കേട്ടോ. പിന്നെ ഈ ഒരു വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുത്ത് നോക്കൂ കുട്ടികൾക്കൊക്കെ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്